ശ്രീ അനിൽകുമാർ, താങ്കൾ ആ കള്ളാടി ദുരന്തം സംബന്ധിച്ച് പറഞ്ഞു. ഈ കള്ളാടി ദുരന്തം സംബന്ധിച്ച് പറഞ്ഞു. അവിടെ നേരത്തെ ഈ എരണം കെട്ടവർ എന്നിവർ പറഞ്ഞിരുന്ന കാലത്ത് ഉണ്ടായ ദുരന്ത സമയത്ത് ദുരന്തബാധിതരെ ഏതർത്ഥത്തിലാണ് പ്രൊട്ടക്ട് ചെയ്തത്? അവർക്ക് ഫുഡ് കൂപ്പൺ വരെ നൽകിയിരുന്നു, വാടക നൽകിയിരുന്നു, അവരുടെ ക്യാമ്പുകളൊക്കെ ഏതാണ്ട് നല്ല അവസ്ഥയിലായിരുന്നു. മാത്രമല്ല അവർക്ക് 5 സ്റ്റാർ ഫെസിലിറ്റീസ് ഉള്ള ടൗൺഷിപ്പ് തയ്യാറാക്കിയിരുന്നു. പക്ഷേ ദുരന്തബാധിതരോട് ഇപ്പോൾ, അതും താരതമ്യേന പിണറായി സർക്കാർ നേരിട്ടതുപോലെയല്ല, ചെറിയ ദുരന്തമാണ് താരതമ്യേന, എന്നിട്ട് പോലും ആ ദുരന്തബാധിതരോട് കാട്ടിയ അവരുടെ വാക്കുകൾ, നേരത്തെ റജിൻ ചോദിച്ചല്ലോ, എന്താണ് അവർക്കൊരു പ്രശ്നവുമില്ലല്ലോ, നിങ്ങളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അല്ല, ആ ക്യാമ്പിലുള്ള അന്തേവാസികൾ പറയുന്ന വാക്കുകളൊന്ന് കേൾക്കാം, അതിനുശേഷം ഞാൻ തിരിച്ചെത്താം ആ വാക്കുകളിലേക്ക്. ഒരു പൈസ കൊടുത്തിട്ടില്ല. നമുക്ക് 2-3 ദിവസം ലീവ് ആക്കിക്കിന്. ഇതിന് പൈസേൻ്റെ കാര്യം ഒന്നും സർക്കാർ വേറെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ജോലിയില്ല, 3 ദിവസം ജോലിയില്ലാണ്ട് ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. ഇന്ന് 4ാമത്തെ ദിവസമായി. അതൊക്കെ കിട്ടിയിട്ടില്ല. പൈസ ഇല്ല. വെറുതെ വന്ന പറഞ്ഞാണ്. 3 ദിവസമായിട്ട് വന്നിട്ട് ഡ്രസ്സ് ഒന്നും കൊടുത്തിട്ടില്ല. ഈ ഡ്രസ്സിൽ തന്നെ ഉണ്ട്. ആ വീഴ്ന്നിട്ടുള്ള പെൺകൾക്കും ഒന്നും കിട്ടിയിട്ടില്ല. രണ്ടാൾക്കും അവർ ഫുള്ള ചളിയാ, ഡ്രസ്സ് മൊത്തം. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഭക്ഷണം മാത്രം കിട്ടുന്നുണ്ട്. ഇപ്പോഴും ചളിയുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണോ? ഇപ്പോഴും ചളിയുള്ള ഡ്രസ്സ്. ആ പെണ്ണ് അതേ നൈറ്റിൽ തന്നെ ഉണ്ട്. ഇവിടെ എന്താ സ്ഥിതി? നമുക്ക് അങ്ങോട്ട് ഇവർ ഡ്രസ്സ് കാര്യം കൊടുത്തില്ലെന്നും കുഴപ്പമില്ല. നമ്മൾ വീട്ടിൽ പോയി എടുത്തിട്ട് വരാനും ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കണമല്ലേ. അവിടെ റോഡ് വന്ന് ബ്ലാക്ക് ആയിക്കിന്. ആ ബ്ലാക്കും നമുക്ക് വണ്ടി പോകണം, എതൊക്കെ വേണ്ട. നമ്മൾ ഒരു ആൾ നടന്നു പോകാനും സംവിധാനം ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ. വന്നിട്ട് പെണ്ണുങ്ങളൊക്കെ 3 ദിവസമായി കുളിച്ചിട്ടില്ല. പ്രിയപ്പെട്ട ശ്രീ അനിൽകുമാർ, നിങ്ങളുടെ സർക്കാർ ഭരിക്കുന്ന കാലത്ത് ദുരന്തബാധിതർക്ക് ഇങ്ങനെ ഒരു വാക്ക് പറയേണ്ടി വന്നിട്ടുണ്ടോ? എന്നിട്ട് അതെല്ലാം കൈരളി ന്യൂസ് ഉണ്ടാക്കിയതാണെന്നാണ് റജിന സുണ്ണിത്താനെ പോലെ കോൺഗ്രസ്സുകാർ പറയുന്നത്. അവർ 3-4 ദിവസമായി ഉടുതുണിക്ക് മറുതുണിയില്ല. ആ ചെളി പുരണ്ട ദിവസം മാക്സി ഇട്ടുകൊണ്ട് നിൽക്കുക ഇപ്പോഴും സ്ത്രീകൾ. എന്നാലോചിച്ച് നോക്കൂ, അവർക്ക് 10,000 രൂപ അടിയന്തരമായി നൽകുന്നു, 5,000 എങ്കിലും നൽകൂ, അതുപോലും ഇല്ല. നമ്മൾ പഴയൊരു കഥ ഓർത്തേ, അവിടെ പാചകം ചെയ്ത ഭക്ഷണമാണ് LDF സർക്കാർ കൊടുത്തിരുന്നത്. അപ്പോഴാണ് പൂത്ത ബ്രെഡുമായിട്ട് പാലക്കാട്ടെ പഴയ MLA വന്നത്. പൂത്ത ബ്രെഡ്, യൂത്ത് ലീഗ് പൂത്ത ബ്രെഡ് കൊടുത്തിട്ടില്ല. അവിടെ മാധ്യമങ്ങളിൽ പൂത്ത ബ്രെഡ് കൊടുത്തെന്ന് വാർത്ത. ഞങ്ങളൊരു കൃത്രിമത്തിനും പോയിട്ടില്ല. നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം, രാഷ്ട്രീയ നിലപാട് ഉള്ള മുന്നണിയാണോ ഇത്? എന്താ നിങ്ങളുടെ പൊളിറ്റിക്കൽ പൊസിഷൻ? നിങ്ങളുടെ പൊളിറ്റിക്കൽ പൊസിഷൻ, നിങ്ങൾ കേന്ദ്ര സർക്കാരുമായി ഏറ്റുമുട്ടലില്ല. RSSനെ ചെറുക്കാൻ ഞങ്ങളില്ല. സർവകലാശാലകളിൽ ഇഷ്ടം പോലെ VC-മാരെ വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല. സെനറ്റിൽ എത്രത്തോളം RSകാരെ തിരികെ കയറ്റിയാലും ഞങ്ങൾ മിണ്ടൂല. നമ്മുടെ പഴയ ദാസനും വിജയനോട് അമേരിക്കയ്ക്ക് പോകാനിരിക്കുമ്പോൾ നീ എത്ര വേണേൽ ചവിട്ടിക്കോ, ചവിട്ടിയത് മതിയോ എന്നാണ് ഗവർണറോട് ചോദിക്കുന്നത്. ഗാന്ധി പണ്ട് ചോദിച്ച പോലെ അങ്ങയുടെ കാല് വേദനിച്ചോ? 6 ഏക്കർ ഭരിക്കുകയാണ്, സമാന്തര ഭരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ മന്ത്രി എന്തിനാ? മന്ത്രിയുടെ പണി എന്താ? അതിന് പറ്റിയൊരു ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ കൊണ്ടുവച്ചു. ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറഞ്ഞ പോലെ ഒരാളെ അവിടെ കൊണ്ടുവച്ചു. അതിന് മന്ത്രി എന്തിനാ? PM ശ്രീയിലെ നിലപാട് എന്താ? PM ശ്രീയിലെ കള്ളമല്ലേ പറഞ്ഞത്? കേരളത്തെ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ നിർബന്ധിക്കുന്ന തരത്തിൽ ഒരു കരാർ നിലവിലില്ല. കരാറെന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രപതിയും ഗവർണറും തമ്മിൽ ഒപ്പിട്ടാലേ സംസ്ഥാനവും കേന്ദ്രമായിട്ടുള്ള കരാർ ഒന്നുള്ളതല്ലേ നിയമം. അതിന് വിരുദ്ധമായി ഒരു MOU ഗവൺമെൻറ് സെക്രട്ടറി ഒപ്പിട്ടു. മന്ത്രിസഭാ യോഗം അത് തിരുത്തി. ഇതല്ലേ LDF കാലത്ത് നടന്നത്. ഗവൺമെൻറ് സെക്രട്ടറി ഒപ്പിട്ട് MOU മന്ത്രിസഭാ യോഗം തിരുത്തി കഴിഞ്ഞാലോ ഇല്ല, നിങ്ങളുടെ മൂക്ക് ചെത്തുമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞോ? അങ്ങോട്ട് പോയിട്ട് സാഷ്ടാംഗ പ്രണാമം ചെയ്തിട്ട് ഇങ്ങനെ കിടന്നു നിന്നാൽ മതിയോ? ഞങ്ങൾ PM ശ്രീ നടപ്പാക്കിക്കോളാം, ആ കാശിന് തരൂ. ഇങ്ങനെ മുട്ടിലിഴയുന്നൊരു ഗവൺമെൻറ്റിനെയാണോ 10 കൊല്ലം നിങ്ങൾ കണ്ടത്? തീർച്ചയായും ഞാൻ തിരിച്ചെത്താം. ഗവർണറുടെ മുന്നിൽ കുമ്പിടുന്നൊരു ഗവൺമെൻറ്റിനെയാണോ 10 കൊല്ലം നമ്മൾ കണ്ടത്? തീർച്ചയായും ഞാൻ തിരിച്ചെത്താം. നിങ്ങൾ ഒരു കാര്യം കൂടെ പറയാം. എത്ര വേഗത്തിലല്ല ലൈഫ് മിഷൻ ഇല്ലാതെയാക്കിയത്? നിങ്ങളുടെ വേഗം കൂടുതലാണ്. ഇപ്പോൾ ഇവിടെ വലിയ തർക്കമുണ്ടായി. നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയുള്ള ആ മാലിന്യ നീക്കം, അല്ലെങ്കിൽ നമ്മുടെ ഈ മഴക്കാലപൂർവ്വ ശുചീകരണം. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം ബാലഗോപാലിൻ്റെ കാലത്ത് പഞ്ചായത്തുകൾക്ക് മാറ്റിവെച്ചിരുന്ന പണത്തിൽ നിന്നും കുറവ് വരുത്തിയോ? 1542 കോടി രൂപ സതീശൻ കുറവ് വരുത്തിയിട്ടുണ്ട്. 1542 കോടി രൂപ. രണ്ടാമത്തെ ചോദ്യം, സതീശൻ അധികാരത്തിൽ വന്നിട്ട് ഏതെങ്കിലും പഞ്ചായത്തുകൾക്ക് അവരുടെ പദ്ധതി വിഹിതത്തിൻ്റെ ഏതെങ്കിലും ഗഡു കൊടുത്തോ? ഇല്ല.
പണം കൊടുക്കാതെ നിങ്ങൾ എന്ത് മഴക്കാലപൂർവ്വ ശുചീകരണം പറയുകയാണ്? തദ്ദേശ സ്ഥാപനങ്ങളെ നിർവീര്യമാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് പരിപാടിയില്ല. വേഗത്തിൽ നിങ്ങൾ ബക്കാടിക്ക് നികുതി ഇളവ് കൊടുത്തു. എൻ്റെ ചോദ്യം ഇതാണ്, ഞങ്ങൾ പ്രതിപക്ഷത്തെ വിട്ടേക്കുക. പ്രതിപക്ഷം എന്ത് പറയട്ടെ, നിങ്ങൾക്ക് പ്രതിപക്ഷത്തെ എന്ത് കുറ്റപ്പെടാം? കുറേ മാധ്യമങ്ങളുള്ളതുകൊണ്ട് ഞങ്ങൾക്കിതിരെ കള്ളം പറയാനും നുണ പറയാനും ചർച്ച സംഘടിപ്പിക്കാനും വ്യാജം ഉണ്ടാക്കാനും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചാനലുകളും പത്രങ്ങളൊക്കെ ഉണ്ട് UDF-ന്. എൻ്റെ ചോദ്യം, നമ്മുടെ KC വേണുഗോപാൽ ആലപ്പുഴ MP പറഞ്ഞതിനെന്താ മറുപടി? കേരളം ഭരിക്കുന്നത് BJP ഭരിക്കുന്നൊരു സ്റ്റേറ്റാണ് കേരളം എന്ന് അദാനി ഓർത്തോ എന്ന് അദാനിയോട് KC വേണുഗോപാൽ ചോദിക്കാനിടയായ സാഹചര്യം എന്താണ്? CPM അല്ല ചോദിച്ചത്. അതെ അതെ അതെ, ചോദ്യം അദാനിയോടല്ലെന്നും അത് സതീശനോടാണെന്നും വിവരമുള്ളവർക്കെല്ലാം അറിയാം. തീർച്ചയായും സതീശനത് മനസ്സിലാവില്ല. തീർച്ചയായും ഞാൻ തിരിച്ചെത്താം. ചോദ്യം ഒന്നേ ഉള്ളൂ. ഞാൻ തിരിച്ചെത്താം. ശരിയാ. ഈ ചർച്ചയിൽ ഒറ്റ വാക്കോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ കൺക്ലൂഡ്. ഇനി സമയം കുറച്ചാലും കുഴപ്പമില്ല. ഒറ്റ ചോദ്യം എനിക്ക് പറയാനുള്ളൂ. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട ദി ഫൈനൽ ക്വസ്റ്റ്യൻ ഇതാണ്. കോൺഗ്രസ് പ്രതിനിധി ഒറ്റ വാക്കിൽ ഉത്തരം പറയണം. ഞാൻ എൻ്റെ മുഴുവൻ സമയം എടുത്തു. എനിക്കിതേ ഉത്തരവുള്ളൂ, ചോദ്യമുള്ളൂ. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി 2015 ഉണ്ടാക്കിയ കരാറിൽ കേരളത്തിനെതിരായ വ്യവസ്ഥകളാണ് വളരെ കൂടുതലെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കടൽ കൊള്ളാൻ ഞങ്ങൾ പറഞ്ഞു. അതിൽ കേരളത്തിന് അനുകൂലമായ ഏക വ്യവസ്ഥയാണ് 25% ഓഹരി വിൽക്കാൻ അദാനിക്ക് അധികാരമില്ല, കേരള സർക്കാർ അനുവദിക്കാതെ എന്നുള്ളത് വ്യവസ്ഥ. ആ വ്യവസ്ഥ കൂടി ഡൈലൂട്ട് ചെയ്ത് കൊടുക്കുമോ? ആ വ്യവസ്ഥ കൂടി അദാനിക്ക് അനുകൂലമായി ഇളവ് ചെയ്ത് കൊടുക്കുമോ എന്നാണ് ഇന്നത്തെ ചോദ്യം. സാധ്യമല്ല. ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാറിലെ ആ വ്യവസ്ഥ ഞങ്ങൾ തൊടില്ല, അത് മാറ്റില്ല എന്ന് അദാനിയോട് മറുപടി പറയാൻ നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടോ? ഈ ചോദ്യത്തിന് ഡയറക്റ്റ് ഉത്തരം കിട്ടണം. വേറെ കഥയും പറഞ്ഞ് നടക്കരുത്. ഇതിന് ഡയറക്റ്റ് ഉത്തരം. നിങ്ങൾ ഉമ്മൻചാണ്ടിയുടെ കരാറിലെ 25% എന്ന് പറയുന്ന വ്യവസ്ഥ മാറ്റാൻ സമ്മതിക്കില്ല എന്ന് സതീശൻ പറഞ്ഞാൽ ഞാനൊരു വളയിട്ട് തരാം. അതാണ് റജിൻ. ഞാൻ രതീഷ് ചക്രവാണിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒറ്റ വാക്കിൽ ഉത്തരം പറയാമോ ശ്രീ KL കുമാറിന്റെ ഈ വാക്കിന്? അതായത് 5.3 ക്ലോസ് കൺസെഷൻ കരാറിലെ 5.3 ക്ലോസും പിന്നെ 5.9 ക്ലോസും ഉണ്ട്. അതായത് സമീപത്തുള്ള ഒരു തുറമുഖത്തിലും ഷെയറുകൾ എടുക്കാൻ പാടില്ല, അങ്ങനെയുള്ളവരെ ഇതുമായിട്ട് സഹകരിക്കുമോ? MSC എന്താണ് തൂത്തുക്കുടിയിൽ അവർക്ക് ഒരു ടെർമിനൽ തന്നെ സ്വന്തമായിട്ടുണ്ട്. അവർക്കാണ് ഇപ്പോൾ ഭൂരിപക്ഷം ഷെയറും വിൽക്കാൻ പോകുന്നത്. അല്ല, MSC ഒക്കെ വിട്. അപ്പോൾ ഈ കരാർ നിങ്ങൾ അതെ. എൻ്റെ ചോദ്യം അദാനിയിൽ പരിമിതപ്പെടുന്നു. അദാനിയുടെ അവകാശം അദാനി മാത്രം മതി. MSC ഒക്കെ വിട്. 25% മേലെ ഷെയർ വിൽക്കാൻ സമ്മതിക്കത്തില്ല. ഉമ്മൻചാണ്ടി കരാറാണ്. ഞങ്ങളത് മാറ്റില്ല എന്ന് പറയാമോ? ഇന്ന് പറയാമോ റജിൻ? വേണേ അടുത്ത ചോദിച്ചിട്ട് KPC ഓഫീസ് ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി. അവിടെ പിന്നെ ആരും ഇല്ലല്ലോ. KPC ഓഫീസ് ആരും ഇല്ലല്ലോ ചോദിക്കാൻ. അതെ അനിൽകുമാർ ഇവിടെ വളരെ വിശദമായി തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ എനിക്കറിയത്തില്ല. അല്ല, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടാക്കിയ കരാർ എന്ന് പറയുന്നത് അത് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട ദീർഘവീക്ഷണത്തിന്റെ കരാറാണ്. ആ കരാറുമായി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് മറുപടി കൊടുത്തത്, മുഖ്യമന്ത്രി മറുപടി കൊടുത്തത് നമ്മൾ കണ്ടാണല്ലോ. നിങ്ങൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? നിങ്ങൾ ആദ്യമേ എന്നോട് ചോദ്യം ചോദിക്കുന്നതിന് പകരം നിങ്ങൾ ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ആദ്യം നിങ്ങൾ EP ജയരാജനോടും അവരെയൊന്നും മുഖവിലക്കെടുക്ക്. അനിൽകുമാറെ എനിക്ക് പറയാനുള്ളത്, ബഹുമാന അനിൽകുമാറിനോട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം ഒരുപാട് ചോദ്യങ്ങൾ ഞങ്ങൾ ഉമ്മൻചാണ്ടി ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള കരാറിനകത്ത് വെള്ളം ചേർക്കുവാനോ അതുമായി വിൽപ്പന നടത്താനുള്ള അവകാശം ഇപ്പോൾ അദാനിക്കില്ല. അത് പുനഃസ്ഥാപിച്ചു കൊടുക്കുമോ? ഇതാണ് ചോദ്യം. നിങ്ങളുടെ തുറമുഖയാണ് പറഞ്ഞത് ഞങ്ങളുടെ പാർട്ണറാണ്, ഞങ്ങളുടെ വികസന പങ്കാളിയാന്നൊക്കെ. അപ്പൊ നിങ്ങൾ ഒരു വർഷമായി നടന്ന് എന്തൊക്കെ ചർച്ചകൾ നടത്തി? താങ്കൾക്ക് അതിൽ ഉത്തരവില്ല.